നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ അവർക്ക് ലോകത്തെ ഏറ്റവും മോശം കളിക്കാരനായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്യണമായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നന്നായി കളിക്കുമ്പോൾ അവർക്ക് എന്നെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം വിമർശകരോടാണ് നെയ്മർ ജൂനിയർ തുറന്നടിച്ചിരിക്കുകയാണ്. വാസ്കോഡി ഗാമയ്ക്കെതിരെയുള്ള കളിയിൽ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് മിന്നും പ്രകടനം നടത്തിയ ശേഷം സൂപ്പർ താരത്തിൻ്റെ പ്രതികരണമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടല്ലോ നെവറസൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരം. ആ കളിയിൽ തോറ്റ് പുലിസ്റ്റ എയോണിൽ നിന്ന് സാൻഡോസ് പുറത്തായി. കളിയിൽ നെയ്മർ ജൂനിയർ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയിരുന്നത്. അന്ന് നെയ്മർക്ക് റിതം നഷ്ടമായി, കളി ഇപ്പോൾ നിർത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ ഫുട്ബോളിലെ ചില ക്രിറ്റിക്സ് രംഗത്തേക്ക് വന്നിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ പ്രതികരണം വരുന്നത്. കളിക്ക് ശേഷം നെയ്മർ ജൂനിയർ വളരെ കൃത്യമായിട്ട് പറയുന്നു. ലാസ്റ്റ് വീക്ക് അവർ പറഞ്ഞു ഞാനാണ് ലോകത്തിലെ ഏറ്റവും മോശം കളിക്കാരനെന്ന്. ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തേതിനേക്കാൾ നന്നായി അന്ന് ഞാൻ കളിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇന്ന് ഞാൻ 2 ഗോളുകൾ അടിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു ദിവസം നിങ്ങൾ ലോകത്തെ ഏറ്റവും മോശം കളിക്കാരനാവും, നിങ്ങൾ റിട്ടയർ ചെയ്യേണ്ടവനാവും. എന്നാൽ അടുത്ത ദിവസം നിങ്ങൾ 2 ഗോൾ അടിക്കുമ്പോൾ നിങ്ങൾ ലോകത്ത് ബെസ്റ്റ് കളിക്കാരനാണെന്ന് വാഴ്ത്തപ്പെടുകയും ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾ എന്തായാലും വേൾഡ് കപ്പിന് പോകണമെന്ന്, നിങ്ങളാണ് ഞങ്ങളുടെ വേൾഡ് കപ്പിലെ നമ്പർ 10 എന്ന്, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ഇപ്പോൾ ഇത്തരം വിമർശനങ്ങൾക്കൊന്നും ചെവി കൊടുക്കുന്നില്ല. മറിച്ച് ഡേ ബൈ ഡേ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഡേ ബൈ ഡേ ലൈഫാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ റെഡിനെസ്സിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. ഏതായാലും നെയ്മർ ജൂനിയറുടെ ഈ മികച്ച പ്രകടനത്തിൽ ആരാധകർ വളരെ ഹാപ്പിയാണ്. ഇതേ ഫോം അദ്ദേഹം തുടർന്നാൽ കാർലോ ആഞ്ചലോട്ടിക്ക് എങ്ങനെ അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകാതെ ഇരിക്കാൻ കഴിയും? നെയ്മർ ജൂനിയർക്ക് പക്ഷേ പരിക്ക് പറ്റാതിരിക്കട്ടെ. ഇനിയൊരു പരിക്ക് പറ്റിയാൽ വേൾഡ് കപ്പ് സ്വപ്നം അവിടെ തീരും. പക്ഷേ അദ്ദേഹം ഗെയിം റിതം തിരികെ പിടിച്ചിരിക്കുന്നു എന്നത് വ്യക്തമായി തെളിയുകയാണ്. വാസ്കോഡി ഗാമ ഇപ്പോൾ ശരിയാണ്, ലീഗിൽ ഈ സീസണിൽ തടയുകയാണ്, ഏറ്റവും ഒടുവിലാണ്. പക്ഷേ വാസ്കോയുടെ ടീം കരുത്തുറ്റതാണെന്ന് നമുക്കറിയാം. ആ ടീമിനെതിരെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ നടത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ടുവെത്താം.